നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ അതായത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നാദറ എന്ന് പറയുന്ന ഒരു ചേച്ചി റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയും കൂടെയാണ്. നമ്മൾ നേരത്തെ ഒരു മോട്ടിവേഷൻ വീഡിയോയിൽ ഒരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി കാണിച്ചായിരുന്നു. അപ്പോൾ അത് ചേച്ചിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ചമ്മന്തിപ്പൊടി റെസിപ്പി ഒന്നുകൂടെ കാണിക്കുമെന്ന് ചോദിച്ചിട്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്തതാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഇതാണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു വുമൺ അതായത് നല്ലൊരു സ്ത്രീയാകാൻ പറ്റിയ കുറച്ച് ടിപ്പുകളും കൂടി ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മൾ ചമ്മന്തിപ്പൊടിക്കായിട്ട് കുറച്ച് ചുവന്നുള്ളിയും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഏകദേശം 2 ടീസ്പൂണോളം ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരിട്ട് കണ്ടിട്ടോ ഒന്നുമില്ല എങ്കിലും നമ്മളോടുള്ള ഒരു സ്നേഹം കൊണ്ട് ഞാൻ പറയുമായിരുന്നു, അർഹതപ്പെട്ടവരെ നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല എന്നുള്ളൊരു സത്യം കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ആ ചേച്ചിയുടെ മോൾക്ക് ഹോസ്റ്റലിലേക്ക് കൊടുത്തുവിടാനാണ് ഇതൊന്ന് തയ്യാറാക്കി കാണിക്കുമെന്നാണ് എന്നോട് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളിത് എത്രയും വേഗം ഒന്ന് തയ്യാറാക്കി കാണിക്കുന്നു. അപ്പോൾ നമ്മൾ ഉഴുന്ന് ചേർത്തതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ചെറുപയറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. എണ്ണയൊന്നും ഒഴിക്കാതാണ് നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ നമ്മൾ ചെറുപയറും ആ ഒരു ഉഴുന്നും കൂടെ നന്നായിട്ട് റോസ്റ്റ് ആയതിനു ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി നമ്മൾ ഈ പാനിൽ തന്നെ ഒരു തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് വലിയ തേങ്ങയല്ല, എന്നാൽ തീരെ ചെറിയ തേങ്ങയല്ല, മീഡിയം സൈസുള്ള ഒരു തേങ്ങ ചിരകിയതാണ് നമ്മൾ ഈ ചേർത്തിരിക്കുന്നത്. അതിനുള്ള അളവുകളാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ നേരത്തെ 2 ടീസ്പൂൺ ഉഴുന്നും 1 ടീസ്പൂൺ ചെറുപയറും റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചു. ഇനിയിപ്പം നമ്മൾ തേങ്ങ ഏകദേശം പതുക്കെ ചുമക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഒരു 5-6 ചുവന്നുള്ളിയുണ്ട്, അത്യാവശ്യം വലിയൊരു പീസ് ഇഞ്ചിയുണ്ട്. അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് വറ്റൽമുളകാണ്. വറ്റൽമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 6 വറ്റൽമുളകാണ് ഒരു തേങ്ങയ്ക്ക് ചേർത്തിരിക്കുന്നത്. 6 വറ്റൽമുളക് അത്യാവശ്യം നോർമലായിട്ടുള്ള എരിവാണ് എനിക്ക് കിട്ടിയത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ്. മുഴുവനായിട്ടുള്ള ഉണങ്ങിയ കുരുമുളകാണ്. ഞാനൊരു 10 എണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ കുരുമുളകായിട്ടുള്ളതില്ലെങ്കിൽ കുരുമുളകിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയേ. ഇനിയിപ്പം നമ്മൾ ചേർക്കുന്നത് കറിവേപ്പിലയാണ്. നല്ല ഫ്രഷ് കറിവേപ്പില. ഏറെ കറിവേപ്പില ചേർക്കുന്നത് അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ ഒരു 5-6 തണ്ട് കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ വറക്കുമ്പോൾ ഇതുപോലത്തെ നോൺ സ്റ്റിക്ക് പാനിൽ വറക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അതൊരു ടിപ്പും കൂടിയാണ് കേട്ടോ. ഇനിയിപ്പം നമുക്ക് ചേർക്കേണ്ടത് വാളൻപുളിയാണ്. ഏകദേശം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഞാൻ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നോർമൽ പുളിയായിരുന്നു നമ്മൾ റെഡിയാക്കി വരുമ്പോഴത്തേക്ക്. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ തേങ്ങയൊക്കെ പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ല, ചെറിയൊരു കളർ കൂടുതൽ കിട്ടാനായിട്ട് ഞാൻ ചേർത്തന്നേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം നമ്മുടെ തേങ്ങയൊക്കെ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നില്ലേ ആ ഒരു ചെറുപയറും ഉഴുന്നും കൂടെ റോസ്റ്റ് ചെയ്തത്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വെറും 2 മിനിറ്റും കൂടി ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടാനായിട്ടാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട നമുക്ക് ഈ ഒരു ചമ്മന്തിപ്പൊടി റെഡിയാക്കി എടുക്കാനായിട്ട്. പിന്നെ നമ്മളിങ്ങനെ ഒരു ചമ്മന്തിപ്പൊടിയൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഹോസ്റ്റലിലേക്ക് കൊടുത്തു വിടാനും അതുപോലെ തന്നെ നമുക്ക് വീട്ടിലാണെങ്കിലും ഉപയോഗിക്കാനായിട്ട് മാസങ്ങളോളം ഇരുന്നോളും, യാതൊരു കേടും ആകത്തില്ല. ഫ്രിഡ്ജിലാണെങ്കിൽ വർഷങ്ങളോളം ഇരുന്നോളും, പുറത്താണെങ്കിലും എന്തായാലും ഒരു 4-5 മാസമൊക്കെ ഇരിക്കും. ഇനിയിപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അതിന് ശേഷമാണ് നമുക്കിത് അരയ്ക്കാൻ പറ്റുള്ളൂ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്, കാരണം പാത്രത്തിന് അത്യാവശ്യം ചൂടുണ്ടല്ലോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട്. പിന്നെ നമുക്ക് രാവിലെ ഉപ്പുമാവായിരുന്നു. പിന്നെ ദഹി ഒരു മാങ്ങാക്കറി, ഇത് നമ്മൾ ഇന്നലെ വൈകിട്ട് അതായത് തലേന്ന് വൈകിട്ട് വെച്ചതാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാക്കറിയാണ്. തേങ്ങയൊന്നും അരയ്ക്കാത്തതാണ്. കടുക്, ഉലുവ, ഉഴുന്ന് അതുപോലെ തന്നെ ഏറെ കറിവേപ്പില, വറ്റൽമുളക് ഇങ്ങനെയുള്ള കുറച്ചധികം ഇൻഗ്രീഡിയൻസ് ചേർത്ത് റെഡിയാക്കിയിട്ടുള്ളതാണ്. ഇതിൻ്റെ റെസിപ്പി വേണ്ടവർക്ക് ചോദിച്ചാൽ നമ്മൾ ഇട്ട് തരാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ കറിയൊന്നും വേണ്ട, അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് ചൂട് ചോറിന്. പിന്നെ ഇപ്പോൾ നോമ്പും കൂടെ അല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ വൻപയർ മെഴുക്കുവരട്ടിയും കൂടെയാണ് വെക്കുന്നത്. വൻപയർ നന്നായിട്ട് കുതിർത്തതിന് ശേഷം അതിലേക്ക് സവോള, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ ഉപ്പ്, വെള്ളം ഇത്രയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊരു 3-4 വിസിൽ വരുന്നവരെ വേവിച്ചതിന് ശേഷം പിന്നെ കടുക് പൊട്ടിച്ചെടുക്കുന്നതാണ്. അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ് ഇത്. ഇനിയിപ്പോൾ ഇതൊന്ന് വേവിച്ചതിന് ശേഷം അതിൻ്റെ പ്രഷർ പോയിട്ട് നമുക്ക് കടുക് വറുത്താൽ മതി. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ തേങ്ങ വറുത്ത് വെച്ചിട്ടില്ല ചമ്മന്തിക്ക്, അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ചില സ്ത്രീകളെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നത്തില്ലേ, കാരണം അവരുടെ ആ ഒരു സ്വഭാവം, അവരുടെ കഴിവ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് അവരോടൊരു പ്രത്യേക ഇഷ്ടം തോന്നത്തില്ലേ. അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്ത്രീ അല്ലെങ്കിൽ നല്ലൊരു വുമണാകാൻ പറ്റിയിട്ടുള്ള കുറച്ച് ക്വാളിറ്റി ശീലങ്ങൾ അതും കൂടെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകും. നമ്മളും അതുപോലെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രമിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെയും എല്ലാവരും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് വെച്ചത് നന്നായിട്ട് തണുത്തു. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, നമ്മൾ ഒന്നങ്ങ് കറക്കിയതിന് ശേഷമാണ് ഉപ്പ് ചേർക്കുന്നത്.
ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ ഒറ്റ നിലയിൽ നിന്ന് അങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കരുത്. ഇതുപോലെ പൾസ് ചെയ്ത് വേണം ഇത് കറക്കി നന്നായിട്ട് പൊടിച്ചെടുക്കാനായിട്ട്. ഒരു 10-15 സെക്കൻഡ് കൊണ്ട് നമുക്കിത് അരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ കുഴഞ്ഞു പോവുകയോ എണ്ണയുടെ അംശമൊക്കെ ഒരുപാട് വരികയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല പൊടി പോലെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റ് ആണെങ്കിൽ പറയുകയും വേണ്ട, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉപ്പും പുളി എരിവും എല്ലാം നല്ല കറക്റ്റ് പാകത്തിനാണ് ആയി കിട്ടിയിരിക്കുന്നത് ഈ അളവുകൾ വെച്ച് ചെയ്താൽ. അപ്പോൾ ഇനി നമുക്കിത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിലിൽ ഇട്ട് വെക്കാം. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ബാക്കി കുറച്ച് വന്നിരിക്കുന്നത് വേറൊരു കണ്ടെയ്നറിലും കൂടെ ആക്കുന്നുണ്ട്. അത് നമ്മൾ ഇപ്പോൾ എടുത്ത് തീർക്കാനാണ്. അപ്പോൾ അങ്ങനെ അത് തീർന്നതിന് ശേഷം നമ്മൾ ഈ ഗ്ലാസ് ബോട്ടിലിൽ എടുക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെ ചമ്മന്തിപ്പൊടി റെഡിയാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കുക. നമുക്ക് കുറേ ദിവസങ്ങൾ ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇതുപോലത്തെ ചമ്മന്തിപ്പൊടിയൊക്കെ നമ്മുടെ മലയാളികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അറിയാത്തവർ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പം നാദിര ചേച്ചി വേഗം റെഡിയാക്കിക്കോളൂ ഈ ചമ്മന്തിപ്പൊടി. ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടണം, നമ്മളെല്ലാവരും അംഗീകരിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഇല്ലേ? അപ്പം നല്ലൊരു സ്ത്രീയാകാൻ, നല്ല ക്വാളിറ്റിയുള്ള സ്ത്രീയാകാനായിട്ട് നമുക്ക് കുറച്ച് ടിപ്സുകൾ കേട്ട് നോക്കാം. എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്ത്രീയുടെ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് തന്നെ നമ്മൾ രാവിലെ നേരത്തെ ഉണരുക എന്നുള്ളതാണ്. രാവിലെ നേരത്തെ ഉണരണമെങ്കിൽ നമ്മൾ തലേദിവസം വൈകിട്ട് നേരത്തെ കിടക്കണം. ഒരുപാട് സമയം 11:30, 12:30, 1 മണി വരെയൊക്കെ നമ്മൾ ഇരിക്കാതെ നമ്മളൊരു 10:30 ആകുമ്പോൾ ഉറങ്ങാൻ ശ്രമിക്കുക. എന്നാലേ നമുക്കൊരു 5 മണി 5:30 സമയത്തെങ്കിലും ഉണരാൻ പറ്റത്തുള്ളൂ. രാവിലെ ഇപ്പം കുട്ടികൾക്കൊക്കെ പോകണ്ടാത്ത ദിവസമാണെങ്കിൽ പോലും ഒരുപാട് സമയമൊക്കെ കിടന്നുറങ്ങുന്ന സ്ത്രീകളെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് പോലും ഇഷ്ടമാവത്തില്ല. അപ്പോൾ പിന്നെ പുറത്തുള്ളവരുടെ കാര്യം പറയണം. അപ്പം നമ്മൾ രാവിലെ നേരത്തെ ഉണർന്നാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം മുഴുവൻ എല്ലാത്തിനും സമയം കിട്ടും. പിന്നെ രാവിലത്തെ ആ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയും കിളികളുടെയൊക്കെ ആ ഒരു സൗണ്ടും പിന്നെ നല്ലൊരു കൂളിംഗ് എയറും ഒക്കെ നമുക്ക് കിട്ടുമ്പം നമുക്ക് മൈൻഡ് റിഫ്രഷ് ആകും. അതുപോലെ തന്നെ സ്ട്രെസ്സ് കുറയാനൊക്കെ വളരെ നല്ലതാണ്. ഈ രണ്ടാമത്തെ ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരോടും പുഞ്ചിരിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പം നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ രാവിലെ എണീക്കുമ്പം തന്നെ വീട്ടിലുള്ളവരോട് തന്നെ ആദ്യമായിട്ട് ഒന്ന് പുഞ്ചിരിച്ച് നോക്കുക. നല്ല മാറ്റം വരും. അപ്പോൾ അവർക്കും നമ്മളോടൊരു സ്നേഹവും ഒരു ഇഷ്ടമൊക്കെ തോന്നും. അപ്പോൾ അവർ ദേഷ്യത്തിലിരിക്കുകയാണെങ്കിലും നമ്മളുടെ ആ ഒരു പുഞ്ചിരി അവരുടെ ആ ഒരു സ്ട്രെസ്സ് കുറയ്ക്കുകയും ചെയ്യും. അവരും നല്ലൊരു കൂളാകാനുള്ള ചാൻസ് ഉണ്ട്. അതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരോട് മാത്രമല്ല, നമ്മൾ മുറ്റത്തൊക്കെ നിൽക്കുമ്പോൾ അടുത്തുള്ള വീട്ടിലൊക്കെ ഉള്ളവരൊക്കെ പുറത്തോടൊക്കെ പോകത്തില്ലേ, അന്നേരം അവരൊക്കെ ഒന്ന് ചിരിച്ചില്ലെങ്കിൽ പോലും നമ്മളൊന്ന് പുഞ്ചിരിക്കുക, എന്തെങ്കിലും ഒരു കുശലം ചോദിക്കുക, ഇതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. നല്ലൊരു സ്ത്രീയുടെ ലക്ഷണമാണ് ഇതൊക്കെ. അതുപോലെ തന്നെ നമ്മൾ സമൂഹത്തിൽ മറ്റെവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിലും നമുക്കറിയാമല്ലോ ഒരാളെ കണ്ട ആരോടൊക്കെ പുഞ്ചിരിക്കണമെന്നൊക്കെ. അങ്ങനെയുള്ളവരോടൊക്കെ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നമുക്ക് സ്ട്രെസ്സ് കുറയും. ഇനി മൂന്നാമത്തെ നല്ലൊരു സ്ത്രീയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പോരായ്മകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാവില്ല നമ്മുടെ ദേഷ്യം അല്ലെങ്കിൽ നമ്മുടെ വാശി, നമ്മുടെ ഒരുപാട് എപ്പോഴും സങ്കടപ്പെടുന്ന ഒരവസ്ഥ, ഇങ്ങനെയുള്ള ഒത്തിരി ദോഷവശങ്ങൾ നമുക്കുണ്ട്. അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ നല്ല സ്വഭാവമുള്ള ചില ആൾക്കാരെ കാണത്തില്ലേ, അവരിലുള്ള ഗുഡ് ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് കണ്ടുപിടിച്ചിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് നല്ലൊരു ലൈഫ് ചേഞ്ചിങ്ങും വരും. അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു സ്ത്രീ ആവുകയും ചെയ്യും. ഇനി നാലാമതായിട്ട് നല്ലൊരു സ്ത്രീയാകാൻ വേണ്ട ലക്ഷണം അല്ലെങ്കിൽ ഗുണങ്ങളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശീലിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സെൽഫ് കെയറിങ് തന്നെയാണ്. ഇതിൽപ്പെടുന്ന കാര്യങ്ങളാണ് പ്രാർത്ഥന, എക്സസൈസ്, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, മറ്റുള്ളവരോടുള്ള നല്ല പെരുമാറ്റം, 2 നേരം കുളിക്കുക, 2 നേരം പറ്റിയില്ലെങ്കിൽ 1 നേരമെങ്കിലും കുളിക്കുക, 3 ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി കുടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ മാന്യമായ വസ്ത്രധാരണം മെയിനായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ഒരു നല്ല സ്ത്രീയുടെ ലക്ഷണമാണ്. അഞ്ചാമതായിട്ട് നല്ലൊരു സ്ത്രീയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും പണം സേവ് ചെയ്യുക എന്നുള്ളൊരു സ്വഭാവമാണ്. അതിപ്പോൾ ഹസ്ബൻഡ് നാട്ടിലാവാം, അല്ലെങ്കിൽ പ്രവാസിയാകാം, നമുക്ക് ചെറിയൊരു വരുമാനമുണ്ട്, എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് കിട്ടുന്ന പണം അപ്പടി തന്നെ മുഴുവൻ തന്നെ ചിലവാക്കാതെ നമ്മൾ കുറച്ചൊരു തുക മാറ്റി വയ്ക്കണം. എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇപ്പോൾ ഹസ്ബൻഡിലെ പണം ഇല്ലാതെ വന്നാൽ നമുക്ക് അതൊന്ന് എടുത്തു കൊടുത്ത് സഹായിക്കാനുള്ള ഒരു ഇത് നമ്മുടെ കയ്യിൽ വേണം. അതുപോലെ തന്നെ മറ്റുള്ളവരോട് കഴിയുന്നതും കടം വാങ്ങാതിരിക്കാൻ ശ്രമിക്കുക. കടം വാങ്ങി ഒരുപാട് കാര്യങ്ങൾ ആഡംബരം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കുള്ളത് കൊണ്ട് മാന്യമായിട്ട് മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറയാത്ത രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകളെ എല്ലാവരും അംഗീകരിക്കും. ഇനി ആറാമതായിട്ട് നല്ലൊരു സ്ത്രീയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും കഴിഞ്ഞ കാലത്തെ വിഷമിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കാതെ മനുഷ്യർക്ക് എല്ലാവർക്കും മറക്കാനുള്ള ശക്തി ദൈവം തന്നിട്ടുണ്ട്. അതൊക്കെ മറന്നിട്ട് ഇന്നത്തെ സന്തോഷം, അതായത് ഇന്നത്തെ ജീവിതം നമ്മൾ കണ്ടെത്തുക. നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക, വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, പുറത്ത് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക.
അതുപോലെ തന്നെ നല്ല സോങ്ങുകൾ, ഡിവോഷണൽ സോങ് ഒക്കെ കേൾക്കാം, നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക്കൊക്കെ കേൾക്കാം, പിന്നെ മോട്ടിവേഷൻ വീഡിയോസൊക്കെ കാണാം, കേൾക്കാം. പിന്നെ നമുക്ക് ഗാർഡനിങ്ങോ സ്റ്റിച്ചിങ്ങോ അങ്ങനെ എന്താണോ നമുക്ക് ഇഷ്ടം അതൊക്കെ ഒന്ന് ചെയ്യാനൊക്കെ ശ്രമിക്കുക. നമുക്ക് സ്ട്രെസ്സ് കുറയും. തന്നെ എപ്പോഴും നെഗറ്റീവ് പറയുന്നവരെയും നമ്മളെപ്പോഴും വിഷമിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവരുടെ അടുത്തുനിന്ന് കഴിയുന്നത് ഒഴിഞ്ഞു നിൽക്കുക, കഴിയുന്നതും അവരെ അവോയ്ഡ് ചെയ്ത് നമ്മൾ നമ്മുടെ സന്തോഷം കണ്ടെത്തുക. ഇനി ഏഴാമതായിട്ട് നല്ലൊരു സ്ത്രീയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടമ്മമാർ പ്രത്യേകിച്ച് ഒരു സാധനം എടുത്തെടുത്ത് തിരിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഇത് നമ്മുടെ കുട്ടികളെയൊക്കെ ഒന്ന് ശീലിപ്പിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ അന്നേരം വെക്കാനായിട്ട് ആ ഒരു സമയം കണ്ടെത്താതെ പിന്നെ നമ്മളത് തിരഞ്ഞ് കുറേ സമയം കളയേണ്ടി വരും. അതുകൊണ്ട് എടുത്ത സാധനം അതായത് ഓരോന്നിനും ഓരോ സ്പേസ് വേണം. അങ്ങനെ അത് എടുത്തെടുത്ത് തിരിച്ചു വെക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയാകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാനും പറ്റും. ഇത് നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. നമ്മുടെ റെസിപ്പിയും അതുപോലെ തന്നെ നല്ലൊരു സ്ത്രീയാകാൻ വേണ്ട കുറച്ച് ശീലങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം.